ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം നോക്കാം. തദ്രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമതാലംബി പുത്രവിത്തഗൃഹാദിഷു. ശ്രീശുക മഹർഷി തുടർന്നും പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷിത് മഹാരാജാവിന്. എന്തുകൊണ്ടാണ് ആ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ ഈ കൃഷ്ണനുണ്ണിയോട് ഇത്രയേറെ സ്നേഹം തോന്നുവാനുള്ള കാരണം? തൻ്റെ പുത്രന്മാരെക്കാളും തങ്ങളുടെ ഉണ്ണികളെക്കാളും തങ്ങളുടെ മറ്റുള്ള ഗൃഹകാര്യങ്ങളാകട്ടെ മറ്റു ഭൗതികമായ തങ്ങൾ സാധാരണ ലൗകിക തലത്തിൽ നിൽക്കുന്നവർക്ക് തങ്ങളുടെ അഹങ്കാരമായിട്ടോ അഭിമാനമായിട്ടോ ഒക്കെ തോന്നാവുന്നതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കൃഷ്ണനുണ്ണിമേൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രേമം അവർക്ക് എന്ന് പറയുകയാണ്. തദ് രാജേന്ദ്ര യഥാ സ്നേഹ. അതുകൊണ്ട് അത് ഹേതുവായിട്ട് രാജേന്ദ്ര അല്ലയോ രാജശ്രേഷ്ഠ പരീക്ഷിത് മഹാരാജാവേ, യഥാ സ്നേഹ, യഥാ എപ്രകാരമോ, സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രേമം, സ്വസ്വകാത്മനി അവരവരുടെ സ്വസ്വക ആത്മനി ദേഹത്തിൽ എപ്രകാരമാണോ അവരവരുടെ ദേഹത്തിൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ദേഹിനാം ദേഹികൾക്ക് ന തഥാ അപ്രകാരം അല്ല മമതാലംബി പുത്രവിത്തഗൃഹാദിഷു. മമത ആലംബി എന്ന് പറഞ്ഞാൽ സ്നേഹം, എൻ്റേതെന്നുള്ള സ്വന്തം എന്നുള്ള ഒരു ഭാവം ആശ്രയിച്ചിരിക്കുന്നത് ഏതിനെയൊക്കെയാണ്? പുത്ര വിത്ത ഗൃഹാദിഷു. പുത്രൻ, ധനം, ഗൃഹം എന്നിവയായിട്ടുള്ളവയിൽ അത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹത്തോട് തന്നോട് തന്നെ തോന്നുന്ന അത്രമേൽ സ്നേഹം ദേഹികൾക്ക് തൻ്റേതെന്ന ഭാവത്തിൽ നിൽക്കുന്നതിനോടില്ല, അത്രയും ഇല്ല. എൻ്റെ പുത്രൻ, എൻ്റെ ഗൃഹം, എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുള്ളതേയുള്ളൂ. അതായത് ഞാൻ എന്നതിനാണ്, എൻ്റെ ദേഹത്തിനാണ്, എന്നോട് തന്നെയാണ് എല്ലാ ദേഹികൾക്കും പ്രേമം കൂടുതലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഈ ദേഹത്തിന് ദേഹസംബന്ധമായിരിക്കുന്ന വിഷയങ്ങളാണ്. പുത്രൻ, വിത്തം, ഗൃഹം, അല്ലെങ്കിൽ കളത്രം, തൻ്റെ പ്രിയ പത്നി, ഇതൊക്കെയും. അതായത് തനിക്ക് എപ്പോൾ ഇത് സുഖത്തെ നൽകുന്നില്ലയോ അപ്പോൾ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി മാത്രമുള്ള അത്രയും സ്നേഹമേ ഇതിനോടുള്ളൂ. എന്നാൽ പുറത്തുള്ള അല്ലെങ്കിൽ ഇതരമായിട്ടുള്ള മറ്റൊന്നിനെ അപേക്ഷിച്ച് ഇതിനോട് സ്നേഹം കൂടുതലാണ്, എൻ്റേതെന്നുള്ളതിനോട്. ഇവയൊക്കെ ദേഹികൾ ഉപയോഗിക്കുന്നത് ഈ ദേഹസംബന്ധമായ വിഷയങ്ങളൊക്കെ ദേഹസുഖത്തിന് വേണ്ടിയിട്ടാണ്. അത് മാനസികമായിട്ടുള്ള സുഖത്തിനാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ, ഗുണങ്ങൾ ഒക്കെ കണക്കാക്കിയുള്ള സുഖത്തിന് വേണ്ടിയിട്ടാവും. എപ്പോൾ ഇത് തനിക്ക് തന്നെ ദോഷമായി ഭവിക്കുന്നുവോ അപ്പോൾ ഇവയൊക്കെ ഉപേക്ഷിക്കുവാനും ദേഹികൾ തയ്യാറാവുന്നു, അല്ലെങ്കിൽ മടിക്കുന്നില്ല. എന്നാൽ തന്നെ ഉപേക്ഷിക്കുവാൻ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് തന്നോട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ താൻ ആരാണ് എന്ന് ശരിയായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ദേഹം എന്ന് പറയുന്നത് അത് അഹങ്കാരാസ്പദമായിട്ടുള്ളതാണ്, നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരത്തെ വളർത്തുന്നതാണ്. എന്നാൽ ദേഹസംബന്ധമായ വിഷയങ്ങളൊക്കെ മമതാസ്പദമാണ്. അവയോടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു മമതാബന്ധത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്നവയാണ്. ഈ അഹങ്കാരാസ്പദമായ ദേഹം എന്ന് പറയുന്നത് അത് ഉപേക്ഷിക്കുവാൻ, അത് ഏത് സാഹചര്യത്തിലും നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാറില്ല. എന്നാൽ ദേഹമാണോ ഞാൻ എന്ന് ചോദിച്ചാൽ അല്ല താനും. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ മൂക്ക് എന്നൊക്കെ പറയുന്നതൊന്നും ഞാനല്ല. അപ്പോൾ എൻ്റേതൊന്നും ഞാനല്ല. അത് ബാഹ്യമായിട്ടുള്ളതാണെങ്കിലും
ദേഹത്തിലുള്ളതാണേലും ദേഹസംബന്ധമായിട്ടുള്ളതാണെങ്കിലും ദേഹമാണെങ്കിലും ഞാനല്ല. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മറ്റേതോ ഒന്നിനെയാണ് ഞാൻ അഗാധമായി പ്രേമിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. അത് തന്നെയാണ് ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ ആ ഗോകുലവാസികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കൺമുൻപിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഞാനെന്ന് പറഞ്ഞ് നിഴലിച്ചു കാണുന്ന ആ സത്യത്തെ കൺമുൻപിൽ കിട്ടിയപ്പോൾ, ഒരു പക്ഷെ അവരാ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, പക്ഷെ അവരൊക്കെ അപ്പോൾ ആ സ്നേഹിച്ചത് തങ്ങളുടെ ഉള്ളിലെ ആ ശരിയായ താൻ പുറത്തു രൂപം പൂണ്ട് കണ്ണിന് ആനന്ദത്തെ പകർന്ന് ചലനങ്ങളിൽ വശ്യത നിറച്ച ആ കൃഷ്ണസ്വരൂപത്തെ അവർ പ്രേമിച്ചത്, കൂടുതലായി പ്രേമിച്ചത്, തങ്ങളെക്കാൾ, തങ്ങളുടെ ഉണ്ണികളെക്കാൾ കൂടുതലായി സ്നേഹിക്കുവാൻ കാരണം അത് തന്നെയാണ് മഹാരാജാവേ എന്നിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ലൗകികമായ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ദേഹത്തിൻ്റെ ഈ അഹങ്കാരാസ്പദമായ ദേഹത്തെ എപ്രകാരമാണോ മമതാസ്പദമായ മറ്റുള്ളവയിൽ നിന്നും ദേഹസംബന്ധമായ വിഷയങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഈ ദേഹികളൊക്കെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അപ്രകാരം അത് തന്നെയാണ് അവിടെ ഗോകുലവാസികളും ചെയ്തത് എന്നർത്ഥം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമതാലംബി പുത്രവിത്തഗൃഹാദിഷു. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തദ് രാജേന്ദ്ര, അവിടെ തത് രാജേന്ദ്ര എന്ന പദം പിരിക്കേണ്ട, ദ്ര എന്ന് തന്നെ വായിക്കുന്നതാവും കൂടുതൽ ശരിയായിട്ടുള്ളത്. അതുപോലെ സ്നേഹ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സ്വസ്വകാത്മനി, സ്വസ്വക എന്നുള്ളത് രണ്ട് സ്വ വരുന്നത് കൊണ്ട് തന്നെ വായിക്കുമ്പോൾ തെറ്റരുത്, അവരവരുടെ എന്നുള്ള അർത്ഥത്തിലാണ്. മമതാലംബി പുത്രവിത്ത ഗൃഹാദിഷു, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ പലപ്പോഴും ആ ഫ്ലോയിൽ മമതാലംബി കഴിഞ്ഞ് അറിയാതെ ഒരു പോസ് വരാൻ സാധ്യതയുണ്ട്. വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 52-ാമത്തെ ശ്ലോകമാണ്. ദേഹാത്മവാദിനാം പുംസാമഭിരാജന്യസത്തമ യഥാ ദേഹ പ്രിയതമസ്തഥാ നഹ്യനുയേചതം. അപ്പോൾ ഇവിടെ പറയുകയാണ് ദേഹാത്മവാദിനാം, ഈ ദേഹം തന്നെ ആത്മാവാണെന്ന് പറയുന്ന സ്വഭാവമുള്ള പുംസാമപി, പുംസാം, ഇവിടെ പുംസാം അപി രണ്ട് വാക്കുകളാണ്. പുംസാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക്, പുമാന്മാർക്ക്, അവർക്ക് പോലും രാജന്യസത്തമ, രാജന്യ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ വെച്ച് സത്തമ, ഏറ്റവും ഉത്തമനായിട്ടുള്ളവനെ, അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവേ, യഥാദേഹ, യഥാ എപ്രകാരമാണോ ദേഹ ശരീരം, പ്രിയതമസ്തഥ, പ്രിയതമഃ തഥ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രിയതമസ്തഥ. പ്രിയതമ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി മാറുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അതിയായ പ്രീതിക്ക് വിഷയമാകുന്നത്. തഥ അത്രമാത്രം, അപ്രകാരം. ന ഹ്യനു യേ ചതം, ന എന്ന് പറഞ്ഞാൽ അല്ല. ഹ്യനു, ഹി അനു ആണ്, ഹ്യനു. അനു എന്ന് പറഞ്ഞാൽ, ഹി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അനു എന്ന് പറഞ്ഞാൽ അനുസരിച്ച്. യേ ച തം, യേ എന്ന് പറഞ്ഞാൽ അതായത് ആ ചിലരൊക്കെ അങ്ങനെയുള്ളവരുണ്ടോ അവരൊക്കെ, യാവതായിട്ടുള്ള ചിലതൊക്കെ ഉണ്ടോ അതൊന്നും. തം എന്ന് പറഞ്ഞാൽ അതിനെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ദേഹം തന്നെയാണ് ആത്മാവ് എന്ന് കരുതുന്നവർക്ക് അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ദേഹത്തെ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദേഹം എന്ന് പറയുന്നതാണ് ആത്മാവ്. അങ്ങനെയുള്ള ദേഹത്തെ
ഏറ്റവും കൂടുതൽ പ്രീതികരമായി അവർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ ഒന്നുകൂടി വിശദമായി പറയുന്നുവെന്നേയുള്ളൂ ഈ ഒരു ശ്ലോകത്തിൽ. അതായത് ആ ദേഹത്തെ നന്നായി സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും ദേഹസംബന്ധമായ വിഷയങ്ങളിൽ അത്രമാത്രം അത് ഏതൊക്കെയാണോ യാവത് വസ്തുക്കളൊക്കെ ഉണ്ടോ അതൊന്നും തന്നെയും തൻ്റെ ദേഹത്തിനോളം പ്രിയപ്പെട്ടതാകുന്നില്ല. ആ പ്രീതി അതിനോടുണ്ടാകുന്നില്ല. സംബന്ധം അവർക്ക് ദേഹത്തോട് മാത്രമാണ്. ദേഹസംബന്ധമായ വിഷയങ്ങളോട് അവർക്ക് വലിയ പ്രീതി അല്ലെങ്കിൽ ബന്ധം ഉണ്ടാകുന്നില്ല എന്ന് അർത്ഥം. എന്നാൽ ശരിയായ ആത്മബുദ്ധിയുള്ളവർ, ആ ആത്മബോധം ഉദിച്ചവർക്കാകട്ടെ ഈ ദേഹവും ദേഹസംബന്ധമായ വിഷയങ്ങളും ശരിയായ അവർ സ്നേഹിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും തീർത്തും അന്യമാകുന്നു, ഭിന്നമാകുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദേഹാത്മവാദിനാം പുംസാമഭിരാജന്യസത്തമ യഥാ ദേഹ പ്രിയതമസ്തഥാ നഹ്യനുയേചതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. പുംസാം അപി മായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ ദേഹ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ നഹ്യനു, അവിടെ ന ഹി അനു ആണ്. ഹ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 53-ാമത്തെ ശ്ലോകമാണ്. ദേഹോപി മമതാ ഭാഗ്ചേത്തർഹ്യസൗ നാത്മവത് പ്രിയഃ യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാ ബലീയസി. ദേഹോപി മമതാ ഭാഗ്, ദേഹ അപി ആണ് ദേഹോപി. ഈ ദേഹവും, ദേഹ അപി ഈ ദേഹവും, മമതാ ഭാഗ് മമതയുടെ ആസ്പദമായിട്ടുള്ള, ചേത്തർഹ്യസൗ, ചേത തർഹി അസൗ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ചേത്തർഹ്യസൗ. അപ്പോൾ മമതാ ഭാഗ് ചേത്, ഇത് ഈ മമതയ്ക്ക് ആസ്പദമായിട്ടുള്ളതാണെങ്കിൽ, ഈ ദേഹവും അങ്ങനെയാണെങ്കിൽ, തർഹി എന്ന് പറഞ്ഞാൽ എന്നാൽ, അസൗ ഇത്, അതായത് ഈ ദേഹം, നാത്മവത് പ്രിയഃ, നാത്മവത്, ന ആത്മവതാണ്, നാത്മവത്. ആത്മവത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പോലെ, പ്രിയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്, പ്രേമത്തിന് ആസ്പദമായിട്ടുള്ളത്. അപ്പോൾ ന പ്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനാസ്പദമായിട്ടുള്ളതല്ല. യജ്ജീര്യത്യപി ദേഹേസ്മിൻ, യത് ജീര്യതി അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യജ്ജീര്യത്യപി. യത് യാതൊന്ന് ഹേതുവായിട്ട്, ജീര്യതി അപി ഇത് നശിക്കുന്ന അവസരത്തിലും ജീർണിച്ചു പോകുന്ന അവസരത്തിലും, ദേഹേസ്മിൻ, ദേഹേ അസ്മിൻ ആണ്, ദേഹേസ്മിൻ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ദേഹേ ശരീരം, ജീവിതാശ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആശ, ജീവിക്കുവാനുള്ള കൊതി, ബലീയസി ഏറ്റവും ബലമുള്ളതായിത്തീരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ദേഹവും ആത്മസംബന്ധമായി കാണുന്നവർക്ക്, ആത്മാവായി കാണുന്നവർക്ക്, എൻ്റേത് എന്ന് കരുതുന്നവർക്ക്, ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹമാണെന്ന് കരുതുന്നവർക്ക്, ശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഒരു കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാലം എത്തുമ്പോൾ അത് ജീർണിച്ചു പോകുന്നതാണ്. ആയുസ്സിൻ്റെ ഏകദേശം നമുക്കറിയാം, ഒരു മധ്യവയസ്സിലൊക്കെ എത്തുമ്പോൾ തന്നെ ജരാനരകൾ പിടികൂടും. പിന്നീട് ശരീരത്തിലെ ഓരോരോ അവയവങ്ങളായിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരും. അങ്ങനെ
ഈ ഭൗതികതയിൽ നിന്ന് ഒരു പിൻവാങ്ങൽ, ശരീരത്തിൻ്റെ ഒരു ജീർണത സംഭവിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ നശിക്കുന്ന ഈ ശരീരത്തിൽ പിന്നെ കാലം എത്തുമ്പോൾ അത് മണ്ണിനോട് ചേരും, അല്ലെങ്കിൽ അഗ്നിയിൽ ലയിച്ചു ചേരുന്നു, പഞ്ചഭൂതങ്ങളിലേക്ക് അത് മടങ്ങുന്നു. അപ്പോൾ ഈ ദേഹമാണ് ആത്മാവ് എന്ന് കരുതുന്നവർക്ക്, ഇത് ഈ ആത്മാവെന്ന് പറയുന്ന ദേഹസംബന്ധമാണെന്ന് കരുതുന്നവർക്ക്, ഈ നശിച്ചു പോകുന്ന ശരീരം അത് ജീർണിക്കുമ്പോൾ പോലും അങ്ങനെയുള്ള ദേഹികൾക്ക് ജീവിതത്തിനോടുള്ള ആശ മതിയാക്കാതെ, അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു കൊതി അതങ്ങനെ അപ്പോഴും ബലവത്തായി നിൽക്കുന്നു. അതായത് ഒരു മൂഢലോകത്തിൽ കഴിയുക എന്ന് പറയും പോലെ, സ്വയം അറിയുന്നുണ്ട് താൻ നിൽക്കുന്ന മണ്ണ്, തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്ന് അറിയുമ്പോഴും താൻ ഇവിടെ ഉറച്ചു തന്നെ നിൽക്കുകയാണെന്ന് മൂഢമായി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ദേഹം താനല്ലെന്നും ഇത് ജീർണിച്ചു പോകേണ്ടതാണെന്നും തിരിച്ചറിയുകയാണ് വേണ്ടത്. അതറിയാത്ത ഒരാൾ ശരീരം ജീർണിക്കുമ്പോഴും ജീവിതത്തെ അങ്ങനെ മുറുക്ക പിടിച്ച് അതിനോടുള്ള ആശയ്ക്ക് അത്രമാത്രം ബലവത്തായി അപ്പോഴും അത് നിലനിൽക്കുന്നു. തൻ്റെ ഈ ജീവിത നൗക വെള്ളം കയറിയും കാറ്റിലും കോളിലും പെട്ടുമൊക്കെ ആടിയുലയുകയാണെന്നറിയുമ്പോഴും മറുകരയിലെത്തി ചെയ്തു കൂട്ടേണ്ട സ്വപ്ന സാഫല്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ നടത്തുന്ന മൂഢനായ ജന്മമാണ് മനുഷ്യൻ്റേത് എന്ന് പറയണം, മൂഢരായ മനുഷ്യരുടേത്. അങ്ങനെയുള്ളവർ ദേഹത്തെ തന്നെ ആത്മാവായി കാണുന്നു, ദേഹത്തെ ആ ആത്മാവാണെന്ന് ധരിച്ച് പ്രേമിക്കുന്നു, മറ്റെന്തിനേക്കാളും ഉപരി അതിനെ പ്രേമിക്കുന്നു. എന്നാൽ ശരീരം ജീർണിക്കുമ്പോഴും ആ ഒരു അബദ്ധധാരണയിൽ നിന്നും പിൻവാങ്ങാതെ വീണ്ടും ജീവിതമെന്ന ആ ദേഹസംബന്ധമായ വിഷയങ്ങളിൽ മുഴുകിക്കഴിയുവാനുള്ള ആശ ബലപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദേഹത്തെ അപ്പോഴും മറ്റെന്തിനേക്കാളും സ്നേഹിച്ച് പ്രേമിച്ച് ഈ ശരീരം ജീർണിക്കുന്ന ശരീരം ജീർണിച്ചു കഴിയുമ്പോഴും അവനെ അറിയാതെ പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദേഹോപി മമതാഭാഗ്ചേത്തർഹ്യസൗനാത്മവത് പ്രിയഃ യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാ ബലീയസി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഹോപി, അവിടെ ഹൊകാരം നീട്ടിയെടുക്കണം, വിശ്ലേഷണമുണ്ട്. പിന്നെ ചേത്തർഹ്യസൗ, അവിടെ ചേത തരിഹി അസൗ ആണെങ്കിലും പദം പിരിക്കണ്ട, ചേത്തരിഹ്യസൗ അത് ചേർത്ത് തന്നെ വായിക്കുക. താ കൂട്ടക്ഷരമാണ്, ഹ്യ എന്ന അക്ഷരത്തിന് തരിഹി അസൗ ആണ്, അതുകൊണ്ട് തന്നെ അകാരം കൊടുത്ത് വായിക്കുക ഹ്യ എന്ന അക്ഷരം. പിന്നെ നാത്മവത്, ന ആത്മവതാണ്, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ അകാരം നീട്ടിയെടുത്താൽ മതിയാകും. പ്രിയ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് യജ്ജീര്യത്യപി, യത് ജീര്യതി അപി, പദം പിരിക്കണ്ട, ജ കൂട്ടക്ഷരമാണ്. പിന്നെ ജീര്യത്യപി, ത്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. ദേഹേസ്മിൻ, അവിടെ വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 54-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.